രൺവീർ സിംഗും ദീപിക പത്കോണും എൻ്റെ ഒരു സ്റ്റൈൽ ഐക്കൺസ് ആണ്. ഈവൻ നമ്മൾ ഇവന്റിന് ആൾക്കാർ വിളിക്കുമ്പം നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം മീറ്റ് മീരി വരുമ്പം കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കണ ആവശ്യം, നിങ്ങൾ തിളങ്ങുമല്ലോ എന്ന് പറയും. നമ്മൾ രണ്ടാളും ആക്ച്വലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലേ ആയിരിക്കില്ല മിത്തുവേട്ടൻ ഇഷ്ടപ്പെടുന്നത്, മിത്തുവേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈൽ ആയിരിക്കില്ല ഇപ്പൊ എനിക്ക് ഇഷ്ടം ഉണ്ടാവാം. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മോനെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞിടണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അതിലെന്തൊക്കെയോ സത്യങ്ങളുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വൈഫിനോട് അടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇങ്ങനെ കമൻസ് ഇടുക. അങ്ങനത്തത് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്ന് എടുത്ത് കളയുന്നത് ഏറ്റവും ബെസ്റ്റ്. ഒന്നിക്കൽ അവനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്താൽ. ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന അധികം 9ാം ക്ലാസ് പഠിക്കുന്ന പയ്യന്മാർ, 10ൽ പഠിക്കുന്നത്, +2 പഠിക്കുന്നതൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നൊരു കാറ്റഗറി വരുന്നത് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ള അപ്പൂപ്പന്മാരെ പോലത്തെ വളരെ മിരീൻ്റെ മോശമായിട്ട് പറഞ്ഞ കമൻസ് എടുത്ത് തിരിഞ്ഞു പോകുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഹാൻഡിക്കേപ്പ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ ഞാൻ ഫൈൻഡ്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ മിലിയോൻ്റെ ഒക്കെ പ്രായത്തിൽ ആ ചേച്ചി അവനെ എടുത്ത് ഊട്ടി വളർത്തി ഒരുമിച്ച് കൂടെ കിടത്തി വലുതാക്കിയ പയ്യനാ അവൻ. ആ ചേച്ചീനോട് പോലും അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത്. പല വീഡിയോസിൽ മെസ്മറൈസ് ആയിട്ടുണ്ട് ഞാൻ. ഇത് ഇങ്ങനെ കറക്റ്റ് ലിപ്സിങ് പല ആൾക്കാർ അത് എടുത്ത് പറയാറുണ്ട്. പിന്നെ ട്രഡീഷണൽ ലുക്കൊക്കെ വരുമ്പോഴത്തേക്ക് മെരി ഒരു വേറെ ലെവലാണ്. ഈ 2 ഫ്രണ്ട്സുമാരും മരിച്ചു എന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അവരില്ല, കാരണം അവരെ വീട്ടിൽ പോലും ഞാൻ പോകാറില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ശരിക്കും ഈ ലോകത്തില്ലല്ലോ എന്നുള്ളത് എനിക്കത് ഉറച്ച് വിശ്വസിക്കേണ്ടി വരും. മെരിക്ക് എന്നോട് ദേഷ്യം വരുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ഫോൺ യൂസ് പിന്നെ ഒന്ന് ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ കേൾക്കില്ല. ഫൈറ്റ് ചെയ്യാറില്ല ആക്ച്വലി. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുക, അല്ലാണ്ട് ഇറങ്ങി പോവാ വീട്ടിൽ. ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഡ്രസ്സിംഗ് സെൻസ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധേയമാകാറുണ്ട്. കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് പ്രത്യേകിച്ച് ചേട്ടൻ ചെയ്യുന്നത് തോന്നിയിട്ടുണ്ട്. അത് ഡിസൈനിങ് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നതാണോ? ഞാൻ പല രീതിയിലും ഇൻഫ്ലുവൻസ് ആകാറുണ്ട്. ഞാൻ ചില ആൾക്കാരെ ഡീപ്പായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. രൺവീർ സിംഗും ദീപിക പത്കോണും എൻ്റെ ഒരു സ്റ്റൈൽ ഐക്കൺസ് ആണ്. അവർ എങ്ങനെ ഷോസിന് പോകുന്നു, അവരെങ്ങനെ ഇവൻറ്റ്സിന് പോകുന്നു, അവരുടെ ഡ്രസ്സിങ്, അവരുടെ ഹെയർ സ്റ്റൈൽ, അവരുടെ മേക്കപ്പ്, അതൊക്കെ ഞാൻ നോട്ട് ചെയ്യും. പിന്നെ പല ആൾക്കാരുടെയും എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ പേര് പറയണ അങ്ങനത്തെ ആൾക്കാരൊക്കെ നോട്ട് ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ അത് റെഫറൻസ് എടുത്തിട്ട് നമ്മുടെ ഡിസൈനേഴ്സ് ഉണ്ട്. എൻ്റെ എല്ലാ കോസ്റ്റ്യൂമും ചെയ്യുന്നത് ലബാമ്പ തലശ്ശേരി എന്ന് പറയുന്ന ഒരു ഡിസൈനർ മെൻസ് ബുട്ടീക്കാണ്. എനിക്ക് എന്തോ ലക്കാണ് അവരെ അങ്ങനെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത്. നമ്മളെ ഐഡിയാസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്തു തരുമ്പോഴാണ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇതുവരെ കൊണ്ടുപോയ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ആയാലും അവർക്ക് കൊടുത്താൽ അവർ അതിനേക്കാളും ബെറ്റർ ആക്കിയിട്ട് തരും. അപ്പോൾ നമ്മുടെ എല്ലാ ഇവൻറ്റ്സിലും ഞാനിപ്പോൾ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു 2 ദിവസം മുന്നേ. ഞാൻ ഇപ്പം ഹൈലൈറ്റ് മോളിൽ മഹാരാജ ജ്വല്ലറിൻ്റെ ഒരു ഇനോഗ്രേഷന് പോയിരുന്നു. അപ്പം ഞാൻ ഇട്ടതൊരു ലോങ് വെസ്റ്റ് കോട്ട് പോലത്തെ ഒരു ബ്ലേസർ ആയിരുന്നു അതിൻ്റെ പേര്. അപ്പം എല്ലാവരും കണ്ടപ്പം അത് നന്നായത് കൊണ്ടാണോ അല്ലെങ്കിൽ അത് കാണാൻ യുണീക്ക് ആയതുകൊണ്ടാണ്, പക്ഷെ ആൾക്കാർ എന്തായാലും നോക്കും. ഞാൻ കംഫർട്ടബിൾ ആണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്കത് ഇട്ടിട്ട് ആൾക്കാർ എങ്ങനെ നോക്കിയാലും ഞാൻ ഹാപ്പിയാണ്. കാണുന്ന ആൾക്കാരുടെ കണ്ണിലാണല്ലോ അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ആളെങ്ങനെ നോക്കി ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് നടക്കും. അപ്പോൾ അവിടെ സ്റ്റേജിൽ നിന്നും മാത്തും കല്ലും വന്നിട്ടുണ്ട്. അവരെടുത്ത് പറയുകയും ചെയ്തു കോസ്റ്റ്യൂം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. അവർ മൈക്കിൽ അനൗൺസ് ചെയ്തു, അവരും ചോദിച്ചു ആരാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു റെക്കഗ്നീഷൻ കിട്ടുമ്പോൾ എനിക്കത് ഭയങ്കര മോട്ടിവേഷനായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം അധിക സ്ഥലങ്ങളും നമ്മൾ എവിടെ പോയാലും ഈവൻ നമ്മൾ ഇവന്റിന് ആൾക്കാർ വിളിക്കുമ്പം നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം മീറ്റ് മീരി വരുമ്പം കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കണ ആവശ്യം, നിങ്ങൾ തിളങ്ങുമല്ലോ എന്ന് പറയും. ആ ഒരു ബാർ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പം ഇനി എവിടെ പോകുമ്പോഴും നമുക്കത് അവരെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർക്ക് ഓൾറെഡി ഒരു ഫ്രെയിം ഉണ്ട്, മീറ്റ് മീരി ഓക്കെ ഇവർ ഈ ഒരു ലെവലിലായിരിക്കും വരിക. അതൊരു ചലഞ്ചിങ് ആണ്, പക്ഷേ അതൊരു എന്താ പറയുക, ഒരു നമുക്ക് ചെയ്യാനുള്ളൊരു ഒരു ഇഷ്ടവും കൂടിയാണ്.
അങ്ങനെ മെരീൻ്റെതായ ഡിസൈനേഴ്സ് ഉണ്ട്. ഇപ്പം ജനല ബുട്ടീക്ക്, നമ്മുടെ ഈ ഹൗസ് വാമിങ്ങിന് ചെയ്ത് നമുക്ക് എപ്പോഴും ചെയ്യുന്ന ആഷ് ക്രിയേഷൻസ് അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരാല ബുട്ടീക്ക്, അവരൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഭയങ്കര ലക്കിയാണ്. ഇപ്പൊ ലബാംബ തലശ്ശേരി എന്ന് പറയുന്ന ബുട്ടീക്ക്, അവരെനിക്ക് ഏത് ഇവന്റിനും, ഇവർ 2 ദിവസം മുന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇവന്റ് ഉണ്ടോ ഒന്ന് ചെയ്തു തരും, എത്ര ബിസി ആണെങ്കിലും അവർ ചെയ്തു തരും. അതേപോലെ നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇപ്പൊ നമ്മള് പാഞ്ചാലിയിൽ കാണുന്ന എല്ലാ ഷൂട്ട്സും നമ്മൾ കൊളാബറേഷൻ ചെയ്യുന്നതാണ്. നമുക്ക് ഇപ്പം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് സാസ് മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ, പിന്നെ രമ്യ എന്ന് പറഞ്ഞ 2 രമ്യേച്ചി ഉണ്ട്, നീതു, അൽവേച്ചി, പ്രജി, ബിന്ദു, ഇവരൊക്കെയാണ് നമ്മുടെ ബാക്സപ്പ്. നമ്മുടെ ഇത്രയും സക്സസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ ഇതില് പങ്കുണ്ട്. കാരണം നമ്മൾ ഏത് ഇവന്റിന് പോകുമ്പോഴും നമ്മുടെ പാഞ്ചാലിന്റെ പ്രസന്റേഷൻ ആയാലും ഇവരൊക്കെ നമുക്ക് വന്ന് ചെയ്തു തരും. നമ്മൾ അതിന് അവർക്ക് പേയ്മെന്റ് കൊടുക്കും, അവര് നമുക്ക് പേയ്മെന്റ് ചെയ്യുന്നില്ല. അതിനൊരു പ്രധാന കാരണം അവരൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു മേഖലയിൽ വന്നാലും നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാറില്ല. നമ്മൾ അവരെ എത്രത്തോളം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് അവർ എപ്പോഴും നമ്മളോട് എന്താണ് ഒരു സ്നേഹവും ഒരു ആത്മാർത്ഥത അവരെപ്പോഴും കാണിക്കുന്നുണ്ട്. അവർക്ക് കിട്ടുന്നതിന്റെ ഒരു ബെനിഫിറ്റ് അവരെപ്പോഴും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിക്കും നമ്മൾ ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിൽ നിന്ന് വന്നത്. അപ്പൊ നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ചില ക്രിയേറ്റേഴ്സിനെ ഞാൻ കാണാറുണ്ട്, പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും പല ക്യാമറാമാനും പല ബുട്ടീക് ഡിസൈനറും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പേരിനാണ് ഇവർ ചെയ്തെന്ന രീതിയിൽ ഒരു കർട്ടസി കൊടുക്കുന്നതാണ്. ഞാൻ എപ്പോഴും എന്താ അങ്ങനെ ചെയ്യുന്നത്, അവരത്രയും അവരുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് അവരത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് അവരെ ജസ്റ്റ് ഒന്ന് ചെയ്തെന്നല്ലോ എന്നുള്ള രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവര് ഡെഫിനറ്റ്ലി അവര് കൊളാബൊക്കെ ചെയ്യുമ്പോൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്നത് അവർക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പം നമ്മള് ഈ ഒരു ലെവലിൽ വരുമ്പം അവരൊക്കെ നന്നായ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഈവൻ നമ്മുടെ ക്യാമറാമാൻ നമുക്കൊരു ജിബി ചേട്ടനും ഒരു ദീപൊക്കെ ഉണ്ട്, നമ്മുടെ എല്ലാ വീഡിയോസും എടുക്കുന്നത് അവരാണ്. അവരൊക്കെ നമ്മൾ മാക്സിമം എവിടെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഓർമ്മ, നമ്മളൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട് ബാസലോൺ എന്ന് പറഞ്ഞിട്ട്, അവിടെയുള്ള അതിൻ്റെ ഓണർ എപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, നിങ്ങൾ വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് വന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് നമ്മൾ, കാരണം ആരൊക്കെയോ എവിടെയൊക്കെയോ രക്ഷപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ബിനോയ് എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കാണുന്ന ആളോടൊക്കെ പറയുകയും ചെയ്യും. അപ്പം അതാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പം നമ്മൾ വേറൊരാൾക്കാരിലേക്ക് അത് പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ നമ്മളൊന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ പൈസയുടെ രൂപത്തിലല്ല, പല രൂപങ്ങളിൽ നമുക്ക് അതിൻ്റെ സപ്പോർട്ടും ബ്ലെസ്സിങ്സും എപ്പോഴും ഉണ്ടാകും. ഞാൻ എപ്പോൾ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ സ്റ്റൈൽ ഐക്കണായിട്ട് മിറി ആരെയാ കാണുന്നത്? സ്റ്റൈൽ ഐക്കണായിട്ട് അല്ല, അതാണ് നമ്മൾ രണ്ടാളും ആക്ച്വലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈലേ ആയിരിക്കില്ല മിത്തുവേട്ടൻ ഇഷ്ടപ്പെടുന്നത്, മിത്തുവേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റൈൽ ആയിരിക്കില്ല ഇപ്പൊ എനിക്ക് ഇഷ്ടം ഉണ്ടാവുക. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ രണ്ടാളും തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് മിത്തുവേട്ടൻ പറയുന്നതിൽ എത്തും നമ്മള്. അങ്ങനെയല്ല, പക്ഷേ എങ്കിൽ ഏതൊരു ഒക്കേഷന് പോകുമ്പോൾ ആ ഒക്കേഷൻ അനുസരിച്ചുള്ള വസ്ത്രധാരണം ചെയ്യാന്നുള്ളത് രണ്ടുപേരുടെയും ആഗ്രഹമാണ്. പക്ഷെ കൂടുതൽ ഞാനിപ്പം കുറച്ച് സ്റ്റൈലായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സൊക്കെ മോഡേൺ ആയിട്ട് വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിത്തുവേട്ടൻ്റെ ഡിസൈൻ ആയിരിക്കും. മിത്തുവേട്ടനാണ് ആദ്യം എനിക്ക് വേണ്ടി ഡ്രസ്സ് നോക്കാം, എന്നിട്ട് അത് സ്റ്റൈലിസ്റ്റിന് അയച്ചു കൊടുക്കും, ഡിസൈനർ ഡിസൈൻ ചെയ്ത് തരും. മിത്തുവേട്ടനാണ് അതൊക്കെ ചെയ്യുന്നത്. എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ എല്ലാ ഡ്രസ്സും പ്ലാൻ ചെയ്തതൊക്കെ മിത്തുവേട്ടനൊക്കെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഒരു മെൻസ് വെയറിന്റെ സെക്ഷൻ കൂടി വരുമോ? ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്, പക്ഷേ ലബാമ്പ ഉള്ളിടത്തോളം കാരണം ഞാൻ ചെയ്യില്ല. നമ്മള് വന്ന വഴി മറക്കരുതല്ലോ, അതുകൊണ്ട് അവര് ഇപ്പൊ എന്തായാലും ചെയ്യുന്നുണ്ട്. അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ അടുത്ത് ഡ്രസ്സ് വാങ്ങിക്കാനുള്ളതാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ നോക്കാം, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയാലോ. ഇപ്പൊ അതുപോലെ നമുക്ക് കുഞ്ഞിന്റെ കാര്യം കൂടെ പറയാനുള്ളൂ. കാരണം മോൻ വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു സ്ട്രഗിളും വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സമയമൊക്കെ എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് രണ്ടുപേരും? മിലിയോ വന്ന് നമ്മളിപ്പോ പുതിയ വീട്ടിൽ ഇപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ, എല്ലാരും ഇല്ല. ഞാൻ പഴയ വീട്ടിൽ മിത്തുവേട്ടന്റെ വീട്ടിലായിരുന്ന സമയത്ത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാക്കും. നമ്മള് വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ല, നമ്മള് ചുറ്റിലും വീടാണ്, അമ്മമാരുടെ വീടുണ്ട്, പിന്നെ എൻ്റെ വീട് തൊട്ടടുത്താണ്. എനിക്ക് എപ്പോഴും എന്ത് ആക്സസിന് എനിക്ക് അച്ഛനെയും അമ്മേനെയും വിളിക്കാം, അവര് വരും. അപ്പൊ മിലിയോനെ നോക്കാൻ ഞാനില്ലെങ്കിൽ അവിടെ വേറെ ആൾക്കാരുണ്ട് എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. എൻ്റെ മിത്തുവേട്ടൻ്റെ അമ്മയൊക്കെ മിലിയോനെ കണ്ടില്ല, പൊന്നുപോലെ നോക്കും. എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ എവിടെയൊക്കെ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ എൻ്റെ വീട്ടിലാക്കിയിട്ടാ പോവാറ്.
അപ്പൊ അവര് നോക്കിക്കോളാം. എനിക്ക് അതാണ് ആക്ച്വലി സമാധാനം എന്ന് പറയുന്നത്. അവന് എന്റെ കൂടെ കൂട്ടുന്നതിനെക്കാട്ടിലും നല്ലത് എന്നെക്കാളും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ ആൾക്കാർ അവിടെ ഉണ്ടാവുമ്പോൾ അതാണ് എന്റെ സമാധാനം. അതാണ് ചില ആൾക്കാരെ ഞാൻ ചില മദർഹുഡ്സ് ഞാൻ കാണാറുണ്ട്. കുറെ അമ്മമാര് സ്വന്തമായിട്ട് അവര് തന്നെ കുട്ടീനെ നോക്കണം, അവര് തന്നെ വീട്ടിലെ ജോലി ചെയ്യണം, അവര് തന്നെ വർക്കിങ്ങിന് പോകണം. ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടാവും. അവരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ലക്കിയാണ്. ഒരുപാട് കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്. ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരുടെയും പറയുന്ന പോലെ എന്നെ ദൈവം ഒരുപാട് ബ്ലസ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യത്തിൽ. സത്യം പറഞ്ഞാല് ലിയോന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അധികം ടെൻഷൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ആ ഒരു 6 months പാല് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് അവൻ സോളിഡ് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിലാക്കിയിട്ട് ഞാൻ പോകും. ആ 6 months എപ്പോഴും ഞാൻ എവിടെ പോകുമ്പോൾ അവനെ കൊണ്ടുപോകാറുണ്ട്. എനിക്കൊന്നും അതൊരു ഈസി പീരീഡ് ആയിരുന്നു. ആ 6 months നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുത്താൽ മതിയല്ലോ. സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ ആക്ച്വലി കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഫുഡ് കൊടുക്കണം, നമ്മൾ ഹോട്ടൽ ഫുഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ വീട്ടിലാക്കി പോകുന്നതാണ് അവന്റെ ഒരു സേഫ് എനിക്ക് തോന്നി. അപ്പൊ അവനും കംഫർട്ടാണ് എല്ലാവരുമായിട്ട്. അവൻ ആക്ച്വലി ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഭയങ്കര ലോൺലി ഫീൽ ചെയ്യുന്നുണ്ട്. അവന് അത്രയും ആളെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ അവന് ഭയങ്കര ലോൺലി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോഴേ കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ചർച്ച നടക്കാറുണ്ടല്ലോ. അപ്പം പല ഇൻഫ്ലുവൻസേഴ്സും കുഞ്ഞുങ്ങളെ വെച്ച് കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അത് തെറ്റോ ശരിയെന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് അതിൽ എന്താണ്? നമ്മൾ ആക്ച്വലി മിലിയോന് അധികം വീഡിയോസിൽ കൊണ്ടുവരാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത് മിലിയോന് വീഡിയോ എടുക്കുന്നതും ഫോട്ടോയിൽ വരുന്നതൊന്നും മിലിയോൻ എന്താണെന്നറിയില്ല, അത്ര വലിയ കംഫർട്ടബിൾ അല്ല. പിന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മോനെ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞിടണം അങ്ങനെയൊക്കെ പറഞ്ഞ്. ആദ്യമൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അതിലെന്തൊക്കെയോ സത്യങ്ങളുണ്ട്. മിലിയോനെ ചിലപ്പോൾ വീഡിയോയിൽ കാണിച്ച ദിവസങ്ങളായിരിക്കും മിലിയോന് നെക്സ്റ്റ് ഡേ പനിക്കും, അല്ലെങ്കിൽ വീഴും, പൊട്ടും. പിന്നെ ആൾക്കാർ എന്നാ ഒരു മനസാക്ഷി ഇല്ലാണ്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഈ വീഡിയോ എന്താണെന്നോ ഈ കമന്റ് എന്താണെന്നോ ഇൻസ്റ്റഗ്രാം എന്താണെന്നോ ഒന്നും അറിയാത്ത ചെറിയ മക്കളല്ലേ. അവരെ കൊണ്ട് ഇങ്ങനെ മോശമായിട്ടുള്ള കമന്റ് എഴുതുക, ഈ കുട്ടി അങ്ങനെയായിപ്പോട്ടെ, ഇവൻ എന്താ ഇങ്ങനെ, ഈ കുട്ടീൻ്റെ മുഖം എന്താ ഇങ്ങനെ, ഇതെന്താ വയസ്സിനെ പോലെ, ഇതെന്താ ചാവാത്തത്, ഇതിന് ചത്തിട്ടില്ലേ, ഇങ്ങനെയൊക്കെ വരുന്ന കമന്റ്സ് നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ചില പോയിന്റിൽ നമ്മൾ ഇതൊക്കെ എഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം വീഡിയോസ് കുറച്ചു. എന്നാലും ഇടാണ്ടൊന്നുമില്ല. ചില ഫങ്ഷൻസ് വരുമ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്, അതിൻ്റെ വീഡിയോസ് ഇടും. പിന്നെ മിലി ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ട്രെൻഡൊക്കെ വരുമ്പം മിലിയോനെ വെച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ അല്ലാണ്ട് റീച്ചിന് വേണ്ടിയിട്ട് മിലിയോനെ നമ്മൾ അങ്ങനെ വീഡിയോസിൽ കൊണ്ടുവരാറില്ല. പിന്നെ മിലിയോനെ വെച്ച് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് അങ്ങനെ ഇവൻച്വലി അത് കുറച്ച് മെലോഡാണ് ആയി. ഇപ്പം മിലിയോൻ ഒരു പേജൊക്കെ ഉണ്ടായിരുന്നു, ഏകദേശം 50K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ല. ഒന്നാമത് ഈ ഒരു ദൃഷ്ടി കിട്ടുമോ എന്നുള്ളൊരു പേടി. ദൃഷ്ടിയല്ല, ചിലപ്പോ ഈ ആൾക്കാർ പറയുന്ന ഈ സിന്നായിട്ടുള്ള വേർഡ്സ് ഉണ്ടല്ലോ, കുട്ടീനെ കൊണ്ട് പറയുന്ന മോശമായിട്ടുള്ള എല്ലാ ആൾക്കാരും നമ്മൾ നന്നാണോന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ല. എല്ലാ ആൾക്കാരും നമ്മുടെ ഹാപ്പിനെസ്സിൽ ഹാപ്പി ആവുന്ന ആൾക്കാരും അല്ല. അങ്ങനത്തെ ആൾക്കാരാണ്, ഈ ഹാർട്ട്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇടാനുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ മാക്സിമം കുറച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കമന്റ്സ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് വരുന്ന കപ്പിൾസിൽ ഒന്നാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ്സിന് അങ്ങനെ ഒരു റിയാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒന്നും അങ്ങനെ വന്നതായിട്ട് എൻ്റെ അറിവിൽ കണ്ടിട്ടില്ല. അപ്പം കമന്റ്സ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത് നോക്കുകയും അത് ഡിലീറ്റ് ആക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നെഗറ്റീവ് കമന്റ്സ് ഈ ഞാൻ പറഞ്ഞതല്ലേ, നമ്മളെ കൺട്രോളിലുള്ള കമന്റ്സ് നമ്മുടെ പേജിൽ വരുന്നതാണെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള, ഇപ്പൊ അങ്ങനെ വരാറില്ല സത്യം പറഞ്ഞാൽ. വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകും. ആരെങ്കിലും എന്തെങ്കിലും വൈഫിനോട് അടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇങ്ങനെ കമന്റ്സ് ഇടുക. അങ്ങനത്തത് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ നിന്ന് എടുത്ത് കളയുന്നത് ഏറ്റവും ബെസ്റ്റ്. ഒന്നിക്കൽ അവനെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്തിടുക. അത് ഞാൻ ചെയ്യാറുണ്ട്. മെറി കാണാതിരിക്കാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചില കമന്റ്സ് ഒക്കെ മെറീനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ എവിടെയോ നിന്നിട്ട് ആരോ എന്തോ ഒരു ഫീലിങ്ങിൽ ഇടുന്ന കമന്റ്സ് എന്തിനാ നമ്മുടെ ഡെയിലി ലൈഫിൽ അത് എഫക്റ്റ് ആവണമെന്ന് വിചാരിക്കുമ്പം ഞാനത് ഡിലീറ്റ് ചെയ്താളി. ചില ആളുകൾ റിയാക്ട് ചെയ്യാറില്ല.
അങ്ങനെ ലീഗലി മൂവ് ചെയ്യേണ്ട ഒന്നോ രണ്ടോ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കളഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ആരാന്ന് സെർച്ച് ചെയ്ത് പോകുമ്പോൾ നമ്മളെയൊക്കെ സർപ്രൈസ് ചെയ്യുന്ന കാര്യം, ഇതൊക്കെ ചെറിയ പിള്ളമാരായിരിക്കും. ഈ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന അധികം ഈ 9ാം ക്ലാസ് പഠിക്കുന്ന പയ്യന്മാർ, 10ൽ പഠിക്കുന്നത്, +2 പഠിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാറ്റഗറി വരുന്നത് ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ള അപ്പൂപ്പന്മാരെ പോലത്തെ 10-60-65 വയസ്സുള്ള ആൾക്കാരായിരിക്കും. ഇവരൊക്കെ നമ്മൾ കേസ് കൊടുക്കാൻ പോയി. പിന്നെ വരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ എടുക്കുമെന്ന് അറിയില്ല. നമുക്കുള്ളൊരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വന്ന 2-3 ത്രെറ്റനിങ് അല്ലെങ്കിൽ വളരെ മിറീൻ്റെ മോശമായിട്ട് പറഞ്ഞ കമൻസ് എടുത്ത് തിരിഞ്ഞു പോകുമ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ള 2 ആൾക്കാരെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ള 2 പയ്യന്മാരെ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം അവരവസാനം വന്നിട്ട് സോറി പറയുകയും ചെയ്തു, എല്ലാം ചെയ്തു. ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് ഇവരൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്സെറ്റിൻ്റെ കാര്യത്തിലായിരിക്കും പല ആൾക്കാരെ പോയി തെറി വിളിക്കുന്നതും മോശം പറയുന്നത്. കാരണം ചില ആൾക്കാർക്ക് അവരുടെ ലൈഫ് ഭയങ്കര കോഞ്ഞാട്ടി ആയിരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ചിലപ്പോൾ നമ്മുടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോസോ അല്ലെങ്കിൽ ഭയങ്കര ബോണ്ട് ഫീൽ ചെയ്യുന്ന വീഡിയോസോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇവർ കാണുന്നുണ്ട്. അവർക്ക് സഹിക്കില്ല. ഇവരെങ്ങനെ ഇത്ര ഹാപ്പി, ആ പയ്യൻ പറഞ്ഞത് അങ്ങനെ, നിങ്ങൾ എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അതെനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ അങ്ങനെ ഇട്ട്. എന്നിട്ട് അവസാനം പറയുകയും ചെയ്തു, എന്തായാലും ഇത്രയൊക്കെ ആയില്ല ചേട്ടാ, ഒന്ന് തന്നെ ഫോളോ ചെയ്യും. അല്ല, ഞാൻ ഇതിൽ മനസ്സിലാക്കിയത് നമ്മളിതിപ്പം അന്വേഷിച്ച് ആരാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാല് ചെയ്ത ആളെക്കാളും ബാധിക്കുന്നത് അവരുടെ ഫാമിലിനെയാണ്. അവരുടെ അച്ഛനും അമ്മ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല അല്ലേ. എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന അച്ഛനും അമ്മമാരും ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക അവരുടെ ഫാമിലിനെയാണ്. ലാസ്റ്റ് നമ്മളല്ലെങ്കിൽ നമുക്കറിയുന്ന വേറെ ഇൻഫ്ലുവൻസസ് ഇതുപോലെ കേസായിട്ട് പോയപ്പം ഫാമിലി ഇടപെട്ടിട്ടാണ് ആ കേസ് പിന്നെ പ്രൊസീജിയറാണ് പോയത്. കാരണം അച്ഛനും അമ്മേനും മുഖം കാണുമ്പോൾ നമുക്കൊരിക്കലും ആ കേസായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ ഭയങ്കര വിഷമമായി. ഈ അച്ഛനും അമ്മയും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം അച്ഛനും അമ്മേൻ്റെ ഒരു ഫേസ് ആണ് നമുക്ക് തന്നെ നോക്കും, എന്താ ഈ കുട്ടികൾ എങ്ങനെയാണ് ഇവരൊക്കെ ഈ ഒരു ലെവൽ. എനിക്ക് റീസെൻ്റ്ലി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ വയനാട് പോയപ്പം മെറീൻ്റെ ഒരു വീഡിയോൻ്റെ താഴത്ത് വന്നിട്ട് ഒരു പയ്യൻ ഭയങ്കര മോശമായിട്ട് കമൻ്റ് ഇട്ടു. അപ്പം ഇവൻ ആരാന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഐഡിയ ഉപയോഗിച്ചു. അവനെ ഫോളോ ചെയ്യുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഞാൻ മെസ്സേജ് അയച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്പർ കിട്ടും, ആ കുട്ടീൻ്റെ അമ്മേൻ്റെ നമ്പർ കിട്ടും. അങ്ങനെ നമ്പർ പാസ് ചെയ്ത് അവസാനം എനിക്ക് നമ്പർ കിട്ടിയത് ആ പയ്യൻ്റെ ഇളയച്ചൻ്റെ വൈഫിൻ്റെ നമ്പർ. ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റും, വളരെ എമർജൻസിയാണ്. ആ ചേച്ചി വിളിച്ചിട്ട് പറയാം, മോനെ എനിക്കിത് പറയാൻ ഭയങ്കര നാണക്കേടുണ്ട്, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മാനസിക രോഗീനെ പോലെയാണ്, പക്ഷേങ്കിൽ അങ്ങനെയൊന്നുമല്ല, ഇവൻ എന്തോ സൈക്കോ ഇഷ്യൂ ആണ്. ഇപ്പം മിലിയോൻ്റെ ഒക്കെ പ്രായത്തിൽ ആ ചേച്ചി അവനെ എടുത്ത് ഊട്ടി വളർത്തി ഒരുമിച്ച് കൂടെ കിടത്തി വലുതാക്കിയ പയ്യനാണ് അവൻ. ആ ചേച്ചീനോട് പോലും അപമര്യാദയായിട്ടാണ് പെരുമാറുന്നത്. ആ ചേച്ചീനെ മോൻ എന്നെ വിളിച്ചു, ചേട്ടാ ഇവനെ ഞാൻ കൊല്ലാൻ വേണ്ടി മുംബൈ വരെ പോകാൻ നിൽക്കുകയാണ് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട്. ഞാൻ പറഞ്ഞു, മോനെ നീ 10ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ, ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതി പറയും, ഇങ്ങനെ കൊല്ലലും പിടിക്കലൊന്നല്ല, ഒന്നിക്ക് കേസ് പോവുക അല്ലെങ്കിൽ പോലീസിൽ അറിയിക്കുക. നീ ഇപ്പം കൊന്നു കഴിഞ്ഞാൽ നിൻ്റെ അമ്മക്കാരുമില്ല. ആ പെണ്ണുങ്ങളുടെ ഹസ്ബൻഡ് പോലും സപ്പോർട്ട് ചെയ്യുന്നത്, ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോനാണ് ഈ പയ്യൻ. അപ്പം ഈ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ എൻ്റെ മോൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവൻ എൻ്റെ അടുത്ത് കടക്കാറ്, പക്ഷെ അവൻ എൻ്റെ അടുത്ത് കടന്നിട്ട് ചെയ്ത ഓരോരോ കാര്യങ്ങളും ഇപ്പം അത് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് ലജ്ജ തോന്നിപ്പോന്നു. മോനാന്ന് വിചാരിച്ചിട്ട് അവൻ പല ഇത് ചെയ്തു. പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞതൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തം അമ്മേനെ പോലത്തെ ഒരാളോട് അവൻ അത്രയും മോശമായിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് മാത്രമാണ് നല്ല, അവരെല്ലാ പ്രൊഫൈലും പോയി ചെയ്യുന്നത് സെയിം കാര്യമാണ്. അവർ കൂടെയുള്ള സ്ത്രീകളോട് ചെയ്യുന്നത് സെയിം ആണ്. ഇവരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്? അതിനുള്ള സമയം അല്ലല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം പലപ്പോഴും ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകുന്ന കാര്യമാണ്, എങ്ങാനും യൂട്യൂബ് നിന്നുപോയാൽ, ഇപ്പം ടിക്ടോക്ക് നിന്നുപോയതോ അല്ലെങ്കിൽ യൂട്യൂബ് നിന്നുപോയതോ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ തരുന്നത് കുറച്ചാലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പല ഓപ്ഷൻസും ഇല്ലാതായി പോയാലോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ത്രെട്ട് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴും മെറീനോട് പറയും, ഗോ വിത്ത് ദ ഫ്ലോ.
നമ്മളിപ്പം ഈ ഒരു മേഖലയിൽ വന്നത് ഇത് ഇങ്ങനെ യൂട്യൂബിൽ നമുക്ക് ഫെയിം ആവുന്നു, യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടുന്നു, ബ്രാൻഡ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നു ഒന്നും വിചാരിച്ചിട്ടല്ല. ഏതോ ഒരു ടൈമിൽ നമ്മൾ എത്തിച്ചേർന്നതാണ്. ഇതിനു മുമ്പേ നമുക്ക് ജോലിയുള്ള ആൾക്കാരാണ്. നമ്മൾ ഒരിക്കലും എന്ത് നിന്നുപോയാലും നമ്മൾ വെറുതെ ഇരിക്കില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടി നമുക്ക് പല ഗോൾസ് ഉണ്ട്, പല ഡെസ്റ്റിനി ഉണ്ട്, പല വിഷൻ ഉണ്ട്. അതൊക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ആരെയും ഉപദ്രവിക്കാതെ നമ്മളേതായ രീതിയിൽ പോയി നമ്മളത് നേടിയെടുക്കും. അങ്ങനത്തെ ഗോ ഗെറ്റർ തന്നെയാണ് രണ്ടുപേരായാലും. ഇപ്പം യൂട്യൂബ് ഈ ടിക്ടോക്ക് നിന്നപ്പോഴത്തേക്ക് എല്ലാവരും ടിക്ടോക്ക് നിന്ന് ഇനി ഇവരെന്ത് ചെയ്യും. ടിക്ടോക്ക് ഒന്ന് ചത്തപ്പോൾ മറ്റൊന്നിന് വളായി എന്ന് പറഞ്ഞാൽ ടിക്ടോക്ക് നിന്നതുകൊണ്ടാണ് ബാക്കി കുറേ ആപ്പ് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതും അതിലൊക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചതും അതിൽ കൂടെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുമുണ്ട്. വീഡിയോ ഇടുന്നതിന് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തീർന്നു കഴിഞ്ഞാലും നമ്മളൊന്നും എവിടെയും നിൽക്കാൻ പോകുന്നത്. ചില കമ്പനീസിലെ എംപ്ലോയീസ് ചില ആൾക്കാരായിരിക്കും, ഞാൻ ഈ കമ്പനി വിട്ട് പോയി കഴിഞ്ഞാൽ കമ്പനി ഇന്ന് ക്ലോസ് ആയി പോകും. അങ്ങനെയല്ല, ഷോ മസ്റ്റ് ഗോ ഓൺ. ഒരാൾ കമ്പനി വിട്ടുപോയാലും ആ കമ്പനി ബ്രാൻഡ് വരും. അപ്പം അതേപോലെ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതേപോലെയുള്ള വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരും. അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളുടെ ഒരു വിൽ പവറാണ്. നമ്മൾ ചെയ്യണോ, നമുക്ക് എന്തെങ്കിലും ആയിത്തീരണോ, അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. ഒരാൾക്കും നമ്മളുടെ തീരുമാനങ്ങളോ നമ്മളെ സ്വപ്നങ്ങളെയോ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവകാശമില്ല, ചെയ്യാൻ പറ്റത്തുമില്ല, അത് ചെയ്യാൻ അനുവദിക്കാനും പാടില്ല. അപ്പം എനിക്ക് മെരീൻ്റെതായ ഡ്രീംസ് ഉണ്ട്, എനിക്ക് എൻ്റെതായ ഡ്രീംസ് ഉണ്ട്. നമ്മൾ ആസ് എ കപ്പിൾ ആകുമ്പോൾ നമ്മൾ രണ്ടുപേരും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മെരീൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ അവൾ എന്നെ സപ്പോർട്ട്. പിന്നെ നമുക്ക് രണ്ടുപേർക്കുള്ള കോമൺ ഡ്രീം അച്ചീവ് ആകാൻ നമ്മൾ രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് യൂട്യൂബ് പോയാലോ ഫേസ്ബുക്ക് പോയാലോ അത് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഓൺ പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകുമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ആ ബിസിനസ് വേറെ രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യായിരിക്കും. പലതും ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് ചെയ്യാനുള്ള ഒരു പവർ. സിനിമയിലേക്കുള്ള മോഹം എങ്ങനെയാണ് രണ്ടുപേരുടെ? എനിക്ക് എൻ്റെ ഏറ്റവും വലിയ 2026 ഡ്രീം എന്താണെന്ന് വിചാരിച്ചാൽ വലിയൊരു സ്ക്രീനിൽ മെരി പെർഫോം ചെയ്യുന്ന കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹം. അതെന്തായാലും നേടിയെടുക്കും എന്നാണ് എൻ്റെ ഒരു ഈ ഒരു വർഷം ആകുന്നതാണ് എൻ്റെ ഒരു. മെരിക്ക് നല്ല കഴിവുള്ള ഒരാളാണ്. മെരിക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് 100% കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ സീരിയസ്ലി പറയുകയാണെങ്കിൽ മെരി മൾട്ടി ടാസ്കിംഗ് ആണ്. പാടി ലിപ്സിങ്ക് ചെയ്തിട്ടുള്ള അഭിനയമൊക്കെ ഭയങ്കര രസമായിട്ട് മെരി ലിപ്സിങ് ചെയ്ത എന്നെ പോലും പല വീഡിയോസിൽ മെസ്മറൈസ് ആയിട്ടുണ്ട് ഞാൻ. ഇത് ഇങ്ങനെ കറക്റ്റ് ലിപ്സിങ്, പല ആൾക്കാർ അത് എടുത്ത് പറയാറുണ്ട്. പിന്നെ ട്രഡീഷണൽ ലുക്കൊക്കെ വരുമ്പോഴത്തേക്ക് മെരി ഒരു വേറെ ലെവലാണ്. എന്റെ ഭാര്യനെ ഞാൻ പൊക്കണ്ടേ അല്ലേ, അങ്ങനത്തെ ആളൊന്ന് പൊക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അല്ല അത് ആക്ച്വലി മിത്തുവേട്ടനായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം. എനിക്ക് ഫിലിമിൽ പോകണം എന്നുള്ള ആഗ്രഹമായിരുന്നു. മിത്തുവേട്ടൻ ഓൾറെഡി അത് അച്ചീവ് ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ആഗ്രഹം മെരിയാണ് പോകണമെന്നുള്ളതാണ്. ആഗ്രഹമില്ല. എന്നെക്കാട്ടിലും നന്നായിട്ട് ചെയ്യും. പിന്നെ സത്യം, നമ്മൾ പണ്ട് യൂട്യൂബിൽ കുറച്ച് കോണ്ടന്റ് വീഡിയോസ് ചെയ്യാറുണ്ട്. അതായത് വോയിസ് ഇല്ലാത്ത ചില സാഡ് സാധനങ്ങൾ. അതിൽ മിത്തോട്ടൻ ഇങ്ങനെ വയസ്സായിട്ടൊക്കെ വരുന്ന സീനുണ്ട്. അത് കാണാൻ എനിക്ക് ഭയങ്കര സങ്കടം സത്യം. കാരണം നമ്മളിപ്പോ ഒരാൾ വയസ്സായി കാണാന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ അച്ഛന് പോലെ ഒരു ചെറിയ നരയൊക്കെ എനിക്കിങ്ങനെ ഉള്ളിങ്ങനെ വരും. നമ്മൾ പറയില്ല, പക്ഷേ അല്ലേ നമ്മൾ കൊറേ കാണാണ്ട് ഒരാളെ 2 വർഷം കഴിഞ്ഞ് കാണാം. അതിപ്പോ എന്റെ ഫ്രണ്ടിനായാലും പോലും ഇപ്പൊ അവളുടെ ഫേസ് എന്ന് പറയുന്നത് എനിക്ക് പണ്ട് ഉണ്ടായ ഫേസ് ആണ്. അപ്പൊ അത് മാറി കുറച്ച് വയസ്സ് ഏജ്ഡ് പോലെ തോന്നി. എനിക്ക് ഭയങ്കര സങ്കടം. ആൾക്കാരൊക്കെ വയസ്സായി പോവാണല്ലോ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിൽ മിത്തോട്ടനെ വയസ്സായിട്ട് കണ്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അത് മിലിയോൻ ഒരു ദിവസം ഞാൻ കാണിച്ചു, അബദ്ധത്തിൽ വന്നതായി യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോ. മിലിയോൻ ഭയങ്കര കരച്ചില്. കാരണം അതിലൊരു ഭയങ്കര സാഡും സാധനം ഞാനിങ്ങനെ മരിക്കുന്ന പോലെയും അതിലൊരു കുട്ടി ജനിച്ചിട്ട് കണ്ണ് കാണാത്ത അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഭയങ്കര അന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ, അതൊരു ലോങ് വീഡിയോ ആണ്. അത് ഷോർട്ട് വീഡിയോ അല്ല, ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം അങ്ങനെയൊക്കെ അതിലൊക്കെ മിത്തോട്ടം ഭയങ്കര നന്നായിട്ട് ചെയ്തു. പിന്നെ ഈ റൊമാൻറ്റിക് സാധനമൊക്കെ വരും. ഞാനിപ്പോ നമ്മള് ബ്രാൻഡഡ് സാധനമൊക്കെ ചെയ്യുന്നു, ഷൂട്ടില് റൊമാൻസ് ഒക്കെ ചെയ്യുമ്പോൾ മിത്തോട്ടം ഭയങ്കരമായിട്ട് ചെയ്യും. സത്യം ഞാൻ ഏജിന്റെ കാര്യം ചോദിക്കുമ്പോഴേ ഇപ്പൊ പലരും കമന്റ് ഇടുന്ന കാണാറുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടിയായിട്ടും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബോഡി മെലിഞ്ഞ് തന്നെ ഇരിക്കുന്നത്, അതുപോലെ ഡയറ്റ് പ്ലാൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നത്.
ഭർത്താവ് പുരുഷൻ കൊഞ്ചം ഹാപ്പി വച്ചിരിക്കാം. ഒന്ന് ഫസ്റ്റ് എന്റെ ജനറ്റിക് അങ്ങനെയാണ്. എന്റെ അമ്മ മെലിഞ്ഞിട്ടാണ്, അച്ഛൻ മെലിഞ്ഞിട്ടാണ്, ജിനി എന്റെ അനിയത്തി മെലിഞ്ഞിട്ടാണ്. നമ്മുടെ ഫാമിലി എല്ലാവരും കുറച്ച് അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ തടിക്കാത്തത്. അങ്ങനെ ഭയങ്കര ഫുഡി അല്ല ഞാൻ, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് ഉണ്ട്, അത് ഞാൻ നന്നായിട്ട് കഴിക്കും. എനിക്ക് നാടൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പോലെ എനിക്ക് ബിരിയാണി ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്, അയ്യോ ഒരു ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ. പക്ഷേ അത് നീ ശ്രീഷ പറഞ്ഞത്, ശ്രീഷ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് തലശ്ശേരി ബിരിയാണി അന്ന് അപ്പം കയറി അയ്യോ എനിക്ക് തലശ്ശേരി ബിരിയാണി പൊറോട്ട തിന്നാൻ തോന്നുന്നു. ഞാൻ പൊറോട്ടയ്ക്ക് തിന്നാറുണ്ട്, ഇല്ലാന്നൊന്നും. ഞാൻ ഭയങ്കര ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളൊന്നും അല്ല ഞാൻ. പക്ഷേങ്കില് എന്താ ഭയങ്കര കുറേ ആയിട്ട് തിന്നാൻ പറ്റില്ല. പിന്നെ ഞാൻ ജിമ്മിൽ പോവാറുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു ഫീൽഡിലാകുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മളല്ലേ. പിന്നെ എനിക്ക് എന്നെ സെൽഫ് കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് കുളിക്കാൻ 1 മണിക്കൂറൊക്കെ എടുത്ത് കുളിക്കാൻ എനിക്ക് ഇഷ്ടം. അതൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ട് ഇപ്പൊ. ഹെയർ കെയർ എന്തൊക്കെയാണ്? ഹെയർ കെയറും അതേപോലെ ജനറ്റിക് തന്നെയാണ്. ചില അമ്മമാരൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, ഞാൻ ഡെലിവറി കഴിഞ്ഞ് തടിച്ചു പോയി, അങ്ങനെയല്ല. ഷാമ്പു യൂസ് ചെയ്യും, നല്ലോണം ഓയിൽ ചെയ്യുന്ന ആളാണ്, മസാജ് എല്ലാം ചെയ്യും. പിന്നെ ജനറ്റിക് എന്നുള്ള ഒരു ഫാക്ടർ കറക്റ്റ് ആണ്. പിന്നെ നമ്മളെങ്ങനെയാണോ പോസിറ്റീവായി നിൽക്കുക, പിന്നെ നമ്മളെങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമ്മളെ പല കാര്യങ്ങളും. അല്ല ഇപ്പത്തെ പറഞ്ഞു വന്നിരുന്നു ചില അമ്മമാര് മെസ്സേജ് എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ ഭയങ്കരമായിട്ട് വയറ് വെച്ചു, എനിക്ക് സ്ട്രെച്ച് മാർക്ക് വരുന്നു, അപ്പൊ ഇതെന്താ ചെയ്യണം. അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് അതൊക്കെ ഓരോ സ്റ്റേജിൽ എല്ലാവർക്കും വരും. നമ്മളെല്ലാം വയസ്സാകുമ്പോൾ നമുക്ക് എല്ലാം വരും. ചില ആള് എനിക്ക് എന്തോ ജനറ്റിക്കിന്റെ എന്തോ ഞാനങ്ങനെ ആവുന്നില്ല, എനിക്ക് സ്ട്രെച്ച് മാർക്ക് വന്നിട്ടില്ല. അതിന് ഞാൻ എന്തോ ഒരു റെമഡി ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്, ബോഡിയിൽ മൊത്തം ഓയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പം എനിക്ക് സ്ട്രെച്ച് മാർക്ക് വരാതെ ഇരുന്നത്. പിന്നെ വയറ് ചാടി വന്നില്ല, ഞാൻ മെലിഞ്ഞു ഇരിക്കുന്നോണ്ടായിരിക്കാം. അല്ലെങ്കിൽ എല്ലാ അമ്മമാരും എൻ്റെ അമ്മയ്ക്കൊക്കെ ഒന്നും വയറില്ല, ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ എങ്കിൽ വേറെ സ്ത്രീകളൊക്കെ നോക്കുമ്പോൾ ഡെലിവറി എന്ന് പറയുന്നത് അവരുടെ ലൈഫിലൊരു വലിയൊരു കാര്യമല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ഡെസ്പായിരിക്കല്ല, അതൊക്കെ നമ്മളുടെ ലൈഫിലെ ഒരു ഭാഗമാണ്. അതിന് ഇങ്ങനെ ആയല്ലോ എന്ന് വെച്ചിട്ടല്ല, അത് എങ്ങനെയെങ്കിലും കുറക്കാൻ പറ്റുമോ, എന്ത് ചെയ്ത് കുറക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇത്രയും നാളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു, ഈ ഒരു സമയത്തില് ഏറ്റവും സന്തോഷം തോന്നിയ മൊമെന്റ്, അതുപോലെ ഏറ്റവും വിഷമിച്ച ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞ രണ്ടുപേരും എന്തായിരിക്കും പറയുന്നത്? ഏറ്റവും വിഷമിച്ച മൊമെന്റ് നമുക്ക് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ ചേട്ടാ? ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ ഓരോന്നോ രണ്ടോ അതാണ്. പക്ഷെ എങ്കിലും നമ്മൾ രണ്ടുപേരും വളരെ പോസിറ്റീവായി നിൽക്കുന്ന ഒരാളായിട്ട് ഹാപ്പി ഓഫ് കോഴ്സ് മില്യൺ വന്നപ്പം. പിന്നെ നമ്മള് ലൈഫിൽ ഓരോ സാധനം മേടിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ എല്ലാ മൊമെന്റ്സും എൻജോയ് ചെയ്യും, എല്ലാ മൊമെന്റ്സും സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ ദുഃഖങ്ങൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കാറില്ല. അങ്ങനെ വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ കാണാണ്ടായി പോകും. ദുഃഖങ്ങൾ ഇല്ലാത്ത മനുഷ്യൻ അംബാനിക്ക് പോലും ഉണ്ടാകും അല്ലേ, പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ. അത് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. മനുഷ്യന്മാരൊക്കെ എന്ന് വെച്ചാൽ പല ഫീലിങ്സും ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ളൊരു ജീവിയാണല്ലോ. നമുക്ക് ഉള്ള സന്തോഷങ്ങൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ പറ്റുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക. ദുഃഖങ്ങൾ നമ്മൾ അധികം ആയുസ് കൊടുക്കാണ്ടിരിക്കുക. ദുഃഖങ്ങൾക്ക് വലിയ ആയുസ് ഇല്ല. ആക്ച്വലി നമുക്കൊന്ന് നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ ദുഃഖിച്ചിരുന്നിട്ടില്ല. പക്ഷേ എങ്കില് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 years ആയിട്ട് ഭയങ്കര സാഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് നമ്മൾ രണ്ടുപേരും കടന്നു പോയത്. ലാസ്റ്റ് ഇയർ മിത്തേട്ടൻ്റെ ഒരു ഫ്രണ്ട് അസുഖം വന്നിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വലിയൊരു സങ്കടമാണ്. എന്താ അദ്ദേഹത്തിന്റെ പേര്? ഞാൻ വിളിക്കുന്നത് ടുട്ടു എന്നാണ്. അത് അവരെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിയാണ്, ഫ്രണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കൊക്കെ ഒരു ബ്രദർ, അയ്യോ എനിക്ക് ബ്രദർ ഇല്ല എന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. ആള് വന്നതിന് ശേഷം എനിക്ക് ആദ്യമൊക്കെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ, ശരിക്കും ഒരുപാട് ഏട്ടന്മാരുണ്ട്, അതൊക്കെ മിത്തേട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ക്യാമറമാൻ ആയാലും പോലും ദർ ഓൾ മൈ ബ്രദർ, എൽഡർ ബ്രദർ എന്ന് പറയും. അപ്പൊ അതുപോലെ ഒരു ബ്രദർ ആയിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് ഇയർ വീണ്ടും മിത്തേട്ടൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വീണ്ടും എന്തോ ഒരു അസുഖം അസുഖമല്ല
അവരൊന്നും ഈ 2 ഫ്രണ്ട്സുമാരും മരിച്ചു എന്ന് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. കാരണം അവരെ വീട്ടിൽ പോലും ഞാൻ പോകാറില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ശരിക്കും ഈ ലോകത്തില്ലല്ലോ എന്നുള്ളത് എനിക്കത് ഉറച്ച് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഈ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസമാണ് ടുട്ടുവിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട് ഞാൻ ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, ഈശ്വര അവൻ്റെ ഫോട്ടോ ഒന്ന് മാലയിട്ടിട്ട് എവിടെയും ഉണ്ടാവരുത്. പക്ഷെ ഞാൻ കയറുമ്പോൾ തന്നെ കണ്ടത് ഞാൻ എന്ത് കാണണ്ടെന്ന് വിചാരിച്ചു അതായിരുന്നു കണ്ടത്. എനിക്കത് സഹിക്കുന്നതിലും, കാരണം എൻ്റെ A to Z ഫാമിലി ലൈഫായാലും എൻ്റെ സ്ട്രഗിൾസ് ആയാലും എല്ലാം അറിയുന്ന ഒരു ഫ്രണ്ടിൽ ഒരാളാണ് ടുട്ടു. ഈ പറഞ്ഞ പ്രജിൻ എന്ന് പറയുന്ന 2 പേരും. ഞാൻ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ എൻ്റെ ഈ സ്ട്രഗിൾ പീരീഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പല ദിവസങ്ങളിലും ഒരു പൊതിച്ചോറിൽ ഷെയർ ചെയ്ത ആൾക്കാരാണ് ഞാനും ടുട്ടു എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പം എന്താണ്, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാൾ ഇല്ലാണ്ടായി എന്ന് പറയുമ്പോൾ അതെന്താ ദൈവം അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. 2 പേരും ബാക്ക് ടു ബാക്ക്, ഒരു ഇയർ നെക്സ്റ്റ് ഇയർ 2 റീസൺ ഒന്നുമില്ല മരണത്തിന്. ഇപ്പം പ്രജീൻ്റെ മരണം കാർഡിയാക്കാണ്. അത്രയും ജിമ്മിന് പോകുന്ന ഒരാളാണ്, ഭയങ്കര 6 pack ഒക്കെ ഉള്ളൊരു ആളാണ്, വളരെ ഹെൽത്തിയാണ്, വളരെ എനിക്ക് പലതും പറഞ്ഞിരുന്ന ഒരാളാണ്. അതാണോ എന്താണ് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ അതാണ് ആക്ച്വലി നമ്മളെ 2 വലിയൊരു ഒരാളെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുക എന്നുള്ളത് അതിനും വലിയൊരു സങ്കടം നമ്മുടെ ലൈഫിൽ വേറെ വരാനില്ല. ബാക്കിയൊക്കെ നമുക്ക് നേടാൻ പറ്റും. അതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ വഴക്കിന് വേണ്ടിയിട്ട് ആൾക്കാരോട് വെറുക്കുക, അവരോട് മിണ്ടാണ്ടിരിക്കുക, അവരെ കട്ട് ചെയ്ത് ഒരു നിമിഷം കൊണ്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തൊട്ടിത്തെറിപ്പിച്ച ആൾക്കാർ. അതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ തീർന്ന് പിന്നെ ഒരിക്കലും നമുക്ക് അവരെ തിരിച്ചു കിട്ടില്ല. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കിട്ട് അടിപൊളി റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലോ നമുക്ക് തൊടാനോ പിടിക്കാനോ ഫീൽ ചെയ്യാനോ കാണാനോ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടാകുമ്പം നമ്മൾ അവരൊന്ന് റെസ്പെക്റ്റ് ചെയ്യുകയോ വാല്യൂ ചെയ്യാണ്ട് നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ചെയ്യുന്നത്. ആകെ ഒരു ശോകം മൂടായി. കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്താണെന്ന് കരുതുന്നത്? എനിക്കോ സത്യം മേരി എൻ്റെ ലൈഫിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ചിലർക്കും ഈക്വലി ആണ്. അത് ഞാൻ മിത്തേട്ടനോട് തന്നെ പറയാം, മെയ്ഡ് ഫോർ ഈച്ച് അതർ. അത് ആക്ച്വലി ഐ മീൻ ഇറ്റ്. കാരണം എനിക്ക് വേറെ ഒരാളെ കിട്ടിയിരുന്നത് ചിലപ്പോൾ വേറെ വഴിക്ക് പോകാനെ, മിത്തേട്ടന് വേറെ ഒരാളെ കിട്ടിയിരുന്നത് ചിലപ്പോൾ ആ വഴിക്ക് പോകാനെ. പക്ഷെ നമ്മൾ 2 ഇങ്ങനെയോ ഒന്ന് ചേർന്നത് കൊണ്ട് മിരിയായി. ആൻഡ് എപ്പോഴും മീതാര മെരിയാരെന്ന് അറിയാത്ത നമ്മുടെ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് പോലും ഉണ്ട്. അപ്പൊ അത്രക്കും ആൾക്കാർക്ക് നമ്മളെ അത്രയും ക്ലോസ് ആയി നിൽക്കുന്നോണ്ടായിരിക്കാം നമ്മളെല്ലാ വീഡിയോസും വിളിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം മീത്ത് മിരി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് നമ്മളെ 2 അറിയാം, പക്ഷെ പേര് ഇതാണെന്നുള്ളത് ഇപ്പോഴും. ഇപ്പൊ ഞാൻ ഒറ്റക്ക് പോയാലും എവിടെയെങ്കിലും ആൾക്കാരുണ്ടാ മീത്ത് മേരി അങ്ങനെ പറയുള്ളൂ, മീത്തേട്ടെന്ന് പറയില്ല. ഈവൻ മിരി ഒറ്റക്ക് എവിടെയെങ്കിലും പോയാലും എടാ മീത്ത് മേരി. ആ മീത്ത് മേരി എന്നുള്ള ആ ഒരു വേർഡ് ഭയങ്കര യുണീക്കായിട്ട് ആൾക്കാരുടെ മനസ്സിൽ അത് പതിഞ്ഞു. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വേറൊരു ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ചെറിയ കപ്പിൾ ചലഞ്ച് കളിക്കാം. ഫോൺ എടുക്കാം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പറയും, അപ്പൊ അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും നോക്കാതെ എഴുതിയിട്ട് പറയണം. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം, അതായത് ചേട്ടന് ഇഷ്ടമുള്ള ചേച്ചി എഴുതണം, ചേച്ചിക്ക് ഇഷ്ടമുള്ള ചേട്ടൻ എഴുതണം. പറയട്ടെ, ഇത് എല്ലാവരും ചോദിക്കുന്നതാ, അതുകൊണ്ടാണ്. മിത്തേട്ടൻ ആക്ച്വലി കോണ്ടിനെന്റൽ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് എപ്പോഴും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. അതാണ് ഞാൻ എഴുതിയത്. പ്ലസ് നാടൻ ഫുഡൊക്കെ കഴിക്കും ഒക്കെ ചെയ്യും. ഞാൻ എഴുതിയത് ബിരിയാണിയും പഴംപൊരിയും. കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആവായിരുന്നു. ഞാൻ അവിടുത്തെ സ്ഥിരം ചോദിക്കുന്ന കറക്റ്റ് ആയിട്ട് എഴുതുന്നു. അടുത്തത് ഏറ്റവും ഇഷ്ടമുള്ള ട്രാവൽ പ്ലേസ്. ഞാൻ എഴുതിയത് ഞാൻ ഒരു സ്പെസിഫിക് പ്ലേസ് എഴുതിയിട്ടില്ല. കാരണം മിത്തേട്ടൻ ഈസ് നോട്ട് എ ട്രാവൽ പേഴ്സൺ. അങ്ങനെ ട്രാവൽ ചെയ്യുന്ന, എനിക്ക് ആ രാജ്യത്ത് പോകണം ഈ രാജ്യത്ത് പോകണം എന്ന് ഇഷ്ടമുള്ള ഒരാളല്ല ആക്ച്വലി. പക്ഷേങ്കിൽ എവിടെയാണോ കൊണ്ടുപോയിട്ടത് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതെ, അത് വേറെ കൊണ്ടുപോയിട്ടല്ല,
നാടും കാണിച്ചോളൂ. ഉത്തരം എന്തായിരിക്കും ശരിക്കും? എനിക്ക് അങ്ങനെയാ. എനിക്കിപ്പം ഹാപ്പിനെസ് കിട്ടുന്ന ലോകത്ത് ഏത് കോണായാലും ഞാൻ പോകും. എനിക്ക് അങ്ങനത്തെ ഇന്ന രാജ്യത്തെ പോകും. പിന്നെ കൾച്ചർ പഠിക്കാനും കാണാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ കൾച്ചർ ആയാലും അവിടുത്തെ ഫുഡ് ആയാലും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അല്ലാണ്ട് ഇന്നേ രാജ്യം ഇന്നേ സ്ഥലം അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ എനിക്കില്ല. നിങ്ങൾ ഇതുവരെ ഒരുമിച്ച് പോയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? എനിക്ക് ബാലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു ബാലി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ നാട് പോലെ തന്നെ, പക്ഷെ ഫുഡല്ല. ബാലി ആക്ച്വലി ഭയങ്കര ഫുള്ള് കടലൊക്കെ അടുത്തായിട്ട് നല്ല നമ്മൾ ആ ഒരു തെങ്ങ് ഭയങ്കര വൈബാണ് അടുത്ത്. പിന്നെ അവിടുത്തെ ഒരു കൾച്ചറില്ലേ, ശരിക്കും നമ്മളെ ശ്രീരാമനും ലക്ഷ്മണനും കൃഷ്ണനൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ വേറൊരു ഫോമിലാണ്. അവരത് സ്റ്റോറി എന്നാണ് പറയുന്നത്. നമ്മൾ പക്ഷെ നമുക്കത് വിശ്വാസമാണല്ലോ. അവരത് എല്ലാവരുടെയും അതിന്റെ കൾച്ചറും ആ ഒരു സ്റ്റാച്ചു ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരുടെ വീടിന്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെ ഒരു ടെമ്പിളും അതൊക്കെ നല്ല രസമാണ്. അവിടുത്തെ ടെമ്പിളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. എല്ലാ ടെമ്പിളും ഭംഗിയുണ്ട്, പക്ഷെ അവിടുത്തെ ഒരു ടെമ്പിൾ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത. മെറീൻ്റെ ഞാൻ മാൽദീവ്സ് നോക്കി എഴുതിയത്. മാൽദീവ്സ് പോകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇതില് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം എന്താണ് പരസ്പരം? എനിക്ക് ദേഷ്യം വരുന്ന കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന ആദ്യം മെറിക്ക് എന്നോട് ദേഷ്യം വരുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഫോൺ യൂസ്. പിന്നെ ഒന്ന്, ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ കേൾക്കില്ല. ഞാൻ എന്തെങ്കിലും ജോലിയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫുൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ എന്ത് നടക്കുന്നു എന്ന് ഞാൻ നോക്കാം. കുതിരക്ക് മറ്റു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നേരെ മാത്രമല്ല നോക്കൂ. അതേപോലെ അത് തന്നെയാണ്. ഞാനും അത് കൺഫ്യൂഷൻ ആയതുകൊണ്ട് അത് എഴുതിച്ചു. എനിക്ക് മിത്തോട്ടൻ എൻ്റെ അടുത്ത് ദേഷ്യം വരുന്നത്, ഞാനിപ്പോ ടൈം പാസ് ഒക്കെ ചെയ്ത് നടക്കില്ലേ, അന്നേരം മിത്തോട്ടന് ദേഷ്യം വരും. ഞാനിപ്പോ വെറുതെ എനിക്കിപ്പോ പേടി, എന്റെ മാനേജറിനെക്കാളും പേടിയാണ്. എനിക്കിപ്പോ എൻ്റെ അടുത്ത് കുറെ ബുക്സ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോ ബുക്സ് വായിക്കും, സാധനം എടുക്കണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ടേ, അയ്യോ ഒരു ലിസ്റ്റ് തരും എനിക്ക്. അങ്ങനെയാണ് മിത്തോട്ടന്. ഞാനിങ്ങനെ വെറുതെ പോയി കിടന്നുറങ്ങുന്നതും ടൈം പാസ് ചെയ്യുന്നതും മിത്തോട്ടന് ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഞാൻ എപ്പോഴും വിചാരിക്കുന്നോ, നല്ല ചില ആൾക്കാർക്ക് നല്ല കഴിവുണ്ടാവും, നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതൊന്നും വേണ്ട സമയത്ത് സമയം ഒരിക്കലും നമ്മളെ വെയിറ്റ് ചെയ്യത്തില്ല. അപ്പം വേണ്ട സമയത്ത് അത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ വലിയ നഷ്ടമാണ്. പിന്നെ കുറേ മുന്നോട്ട് പോയിട്ടാ ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്നേ ലെവലിൽ എത്തിയതിന് ആലോചിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് ആ സമയത്ത് ആ കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യണം. ടൈമിലുള്ള അത്ര വില നമ്മുടെ ലൈഫിൽ പൈസക്ക് പോലും ഇല്ല. ടൈം ഈസ് മണി, അങ്ങനെ വേണം നമ്മൾ കാണാൻ വേണമെങ്കിൽ. അപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അതും പ്രത്യേകിച്ചിട്ട് നല്ല കഴിവും കാര്യങ്ങളും. ആ കഴിവ് കാണിക്കാൻ കിട്ടുന്ന ഏതൊരു ഓപ്പർച്യൂണിറ്റി ആയാലും ഏതൊരു പ്ലേസ് ആയാലും അത് നമ്മൾ അവിടെ കാണിച്ചിരിക്കണം. പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെക്കലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അടുത്തത് ആദ്യം നിങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ ആദ്യം പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നത് ആരാണ്? അത് സിമ്പിൾ ആണ്, ഏതിലും കുഴപ്പമില്ല, പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ പറയൂല. ബേസിക്കലി നമ്മുടെ പിണക്കങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന കാര്യം ആര് തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ഞാനാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് എഫേർട്ട് എടുത്ത് പിണക്കത്തിന് അധികം സമയം കൊടുക്കാറില്ല. നമ്മൾ നമ്മളങ്ങനെ ഫൈറ്റ് ചെയ്യാറില്ല ആക്ച്വലി. ഭയങ്കര സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുക, അല്ലാണ്ട് ഇറങ്ങി പോവാ വീട്ടിൽ. ഞാൻ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു 5-10 minutes ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ 7 വർഷമായി നമ്മൾ ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ട് ഒരാളെ അബ്യൂസീവായിട്ട് ചീത്ത വിളിക്കുക, ഫിസിക്കലി അസോൾട്ട് ചെയ്യുക, അടിക്കുക, പിടിക്കുക, അങ്ങനത്തെ കാര്യം ഇതുവരെ ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യത്തുമില്ല. ഞാൻ ഇതുവരെ മെരീന ദേഷ്യം പഠിച്ചിട്ട് ചീത്ത വിളിച്ചിട്ടില്ല. അല്ലാത്ത സമയത്ത് ഫണ്ണിയൊക്കെ വേണ്ടിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ ചെന്നത് വഴക്കൊക്കെ മാറി ഇംഗ്ലീഷിലാകും. പക്ഷേ ആ ഒരു 10 minutes
എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത്രയേ ഉള്ളൂ, അല്ലാതെ ഒരു ഫൈറ്റ്. കപ്പിൾസിന്റെ ഫെയിലിയറിൽ ഞാൻ ഏറ്റവും കാണുന്ന ഒരു കാര്യം അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറസ്പെക്റ്റീവ് ആയിട്ട് തെറി വിളിക്കുക. പിന്നെ വൈഫ് ഹസ്ബൻഡിന്റെ വീട്ടുകാരെ പറയാ, ഹസ്ബൻഡ് വൈഫിന്റെ വീട്ടുകാരെ തെറി വിളിക്കുക. അതൊക്കെയാണ് സെൽഫ് റെസ്പെക്ട്. നമ്മളത് ഇപ്പോൾ ശ്രദ്ധിക്കും. ഈവൻ നമ്മൾ നോർമലായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കങ്ങളാണെങ്കിലും മിലിയോ അടുത്തുണ്ടോ എന്നുള്ള നമ്മൾ മിലിയോ പെട്ടെന്ന് ശ്രദ്ധിക്കും. അത് പപ്പാന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് മനസ്സിലാവും. ആക്ച്വലി ഇപ്പൊ മിത്തോട്ടൻ എന്തെങ്കിലും എന്നെ ഫണ്ണായിട്ട് ഇങ്ങനെ ചീത്തയോ എന്തെങ്കിലും ഇങ്ങനെ ചെയ്താ മിലോ വരും അപ്പനോട് ചോദിക്കാൻ. അപ്പൊ പക്ഷേങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് മൂഡ് ഓൾസോ. കാരണം ഞാനാണ് ഇപ്പൊ മിത്തോട്ടൻ എന്ന് പറയാൻ എന്റെ അടുത്ത് വരും അടിക്കാൻ എന്നെ. അപ്പൊ അമ്മ എന്തിനാ അങ്ങനെ പറയുന്നത്? ഒരു ദിവസം രാത്രി നമ്മൾ വഴക്ക് കൂടിയിട്ട് ഉറങ്ങുക, ഞാൻ മിലിയോനെ കിടത്തി ഉറക്കുക. അപ്പൊ മിത്തോട്ടൻ ഇല്ല അടുത്ത്. അപ്പൊ എന്റെ അടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മിലിയോ പറഞ്ഞു, അമ്മേ പപ്പനെ എനിക്ക് കൂട്ടം കൂടറേ എന്ന് വെച്ചാല് വഴക്ക് പറയരുതേ, കൂട്ടം കൂടറേ. അപ്പൊ പാവല്ലേ, നീ എന്റെ സൈഡോ അല്ലെ പപ്പയുടെ സൈഡോ? ഡിസ്റ്റർബ് സമയത്ത് അതുകൊണ്ട്. ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ചലഞ്ച് അവസാനിച്ചു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അതിന് മുമ്പ് ഞാൻ ഈ സാരി ഒന്ന് എടുത്ത് കാണിക്കട്ടെ. ഇതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? അറിയാൻ വേണ്ടിട്ടാണ്. ഇതൊരു സോഫ്റ്റ് സിൽക്ക് സെമി കാഞ്ചീപുരം ഡിസൈനിൽ വരുന്ന സാരിയാണ്. ഇത് ആക്ച്വലി സെയിം ഈ സാരിന്റെ പ്യുവർ കാഞ്ചീപുരം ഉണ്ട്, എക്സാക്ട്ലി സെയിം പ്രിന്റും കാര്യങ്ങളൊക്കെ. ബോർഡർ വന്നിട്ട് ഒരു ആന്റിക് ബോർഡർ ആണ്, നല്ല കളർ കോമ്പിനേഷൻ, നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള. പക്ഷെ ഇതാണ് എടുത്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, മിത്തോട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു കാഞ്ചീപുരം സെമി കാഞ്ചീപുരത്തിൽ ഏതെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം. കാരണം ആള് സ്കിൻ ടോൺ കുറച്ച് ബ്രൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ബ്രൈറ്റ് കളേഴ്സ് നന്നായിട്ട് സ്കിന്നിൽ. കളർ ടോൺ ആണ്. ഇതൊരു ടർക്കോയ്സ് ബ്ലൂ ആണ്. ഇഷ്ടമാണോ? ബ്ലൂ ഇഷ്ടമാണോ? എന്തായാലും ഒരു ദിവസം കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഓർമ്മിക്കണം ഇത് പാഞ്ചാലി. അപ്പൊ ഇനി അടുത്ത സാരി എടുക്കാറുണ്ടോ? അടുത്ത ഫംഗ്ഷൻ എന്തായാലും ഓർമ്മിച്ചിട്ട് ഇത് കൊടുക്കും. അപ്പൊ എന്തായാലും കുറെ സമയം നമ്മൾ സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു, ഒരുപാട് ദുഃഖിച്ച മൊമെന്റ്സും പറഞ്ഞു, അതുപോലെ സന്തോഷിച്ച മൊമെന്റ്സും പറഞ്ഞു. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. എന്തായാലും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഇപ്പോൾ ഉള്ളതും ഇതിനേക്കാൾ കൂടുതൽ ഇനിയുള്ള എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ചെയ്ത ഇന്റർവ്യൂവിൽ ഇത്രയും ശാന്തമായിട്ട് ചെയ്ത ഇന്റർവ്യൂ വേറെ ഇല്ലല്ലേ. ശ്രീഷ ഭയങ്കര എന്താണ് പറയണ്ടത്, ഭയങ്കര കാമായിട്ട് ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ സംസാരിക്കുന്നതും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ കേട്ട് നിൽക്കാനുള്ള ഒരു ഇത് കാണിച്ചതിലും ഒരുപാട് സന്തോഷം. എന്നും നമുക്ക് പിന്നെ നിങ്ങളാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് റൂമിൽ നിന്ന് ഇന്റർവ്യൂ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും അടിപൊളി ആകട്ടെ. ഒരുപാട് താങ്ക്സ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.